ഇപ്പോൾ 10,000-കണക്കിന് ആളുകൾ PFD ഗുരുവിൻ്റെ കോഴ്സുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഏതൊക്കെ ടൈപ്പ് ആളുകളാണ് കൂടുതലും ജോയിൻ ചെയ്യുന്നത്? അത് കാറ്റഗറി അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഈ ഹെൽത്താണ് കൂടുതൽ ആൾക്കാരും. ഫിസിക്കലി മെൻ്റലി രണ്ടും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മാനസികാരോഗ്യമാണല്ലോ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ ആയിട്ട് നെഗറ്റീവുള്ള അനുഭവങ്ങൾ, സ്ട്രെസ്സ് കൂടി, ടെൻഷനായി, ആങ്സൈറ്റിയായി, പാനിക് അറ്റാക്കായി പല രീതിയിലും അത് എന്ത് ചെയ്യുന്നു, പ്രയാസപ്പെടുത്തുന്നു. അത് പിന്നെ ഫിസിക്കൽ പെയിനായി, ബോഡി പെയിനായി, പ്രത്യേകിച്ച് ഗിൽറ്റൊക്കെ വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ ബോഡി പെയിൻ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പല രീതിയിൽ മൈഗ്രെയിനും പല രീതിയിൽ അത് ബോഡിയിൽ അസുഖങ്ങളായി ഈവൻ ക്യാൻസറിലേക്ക് വരുന്ന സംഭവങ്ങൾ വരെ വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതിൻ്റെ കാരണം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂള്ള ആൾക്കാർ ഇത് വരുന്നുണ്ട്. കാരണം ഇതൊക്കെ റൂട്ട് നോക്കുമ്പോൾ വീട്ടിൽ സുഖമല്ല, ഒന്ന് അമ്മായിമ്മ പോര്, നാത്തൂൻ പോര്, അതും അസുഖത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. കാരണം ആഫ്റ്റർ മാരേജ് ഒരുപാട് പ്രശ്നങ്ങൾ കാണും നമ്മൾ കേരളത്തിൽ. കാരണം വീട്ടിൽ നിന്ന് കിട്ടിയ ഫ്രീഡമൊക്കെ പോയി ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് ബോഡി പെയിൻ ഉണ്ടാക്കുന്നുണ്ട്. കാരണം പെർഫെക്റ്റ് ആണെന്ന് നോക്കും, അങ്ങനെ കാണും കേട്ടോ. ഈ OCD പെർഫെക്റ്റ് ആണെന്ന് നോക്കും. കാരണം ഞാൻ വീട്ടിൽ പോയാൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പെരുമാറിയ പോലെ പെരുമാറാൻ ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവരെന്നെ സ്വയം ഈ പെയിൻ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഭയങ്കര പെർഫെക്റ്റായി ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. ഇത് സ്ട്രെസ്സായി കയറുന്നു, ഇത് ബോഡി പെയിൻ ഉണ്ടാക്കുന്നു. അങ്ങനത്തെ കേസ് ഈ അടുത്ത് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ രോഗത്തിനാണ് ഏറ്റവും കൂടുതൽ, ഈ ചികിത്സക്കാണ് ഏറ്റവും കൂടുതൽ മോസ്റ്റ് എക്സ്പെൻസീവാണ് ട്രീറ്റ്മെൻറ്റും പിന്നെ എഡ്യൂക്കേഷനാണ് പറയാറുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ദുരന്തം ഈ ആരോഗ്യ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സാമ്പത്തികമായിട്ട്, എന്നാൽ അതിന് റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇത്ര ആളുകൾ താൽക്കാലിക റിസൾട്ട് കിട്ടുന്നുണ്ട്. പൂർണ്ണ റിസൾട്ടിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? ഇതിൻ്റെ ഒരു കാരണം കണ്ടെത്തണം. അപ്പോൾ ഒരുവിധം മേഖലയിൽ പിന്നെ ജോലി സുഖമായിട്ട് ജോലി ബിസിനസ്സൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ കരിയർ ഇപ്പോൾ കുറേ കാലമായി പല കോഴ്സ് ചെയ്തു, PG കഴിഞ്ഞു, PhD കഴിഞ്ഞു, ജോലിയില്ല. ജോലി കിട്ടിയാൽ ആഗ്രഹിച്ച് ജോലി എത്തിയില്ല. ഇതിൻ്റെ സ്ട്രെസ്സ് വേറെ വരുന്നുണ്ട്. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് സ്ട്രെസ്സ് വരുന്നുണ്ട്. ജോലി കിട്ടാത്തതിൻ്റെ ഈ കാരണം കൊണ്ട് കുറേ ആയിട്ട് എക്സാം ടെസ്റ്റുകളൊക്കെ എഴുതുന്നുണ്ട്, PSC ഒക്കെ എഴുതുന്നുണ്ട്, പക്ഷേ ജോലി കിട്ടും. ഈ കുട്ടികൾക്ക് തന്നെ സംതൃപ്തിയില്ല. കാരണം ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരം പല മേഖലകളിലും നേരത്തെ പറഞ്ഞ പോലെ ആഫ്റ്റർ മാരേജ് അനുഭവിക്കുന്ന പ്രശ്നം വേറെ, ബിഫോർ മാരേജ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വേറെ. ഓക്കെ, അങ്ങനെ അതെല്ലാം പരസ്പരം കണക്റ്റായിട്ട് ഒരുവിധം മേഖലയിലെ ആളുകളൊക്കെ നമ്മുടെ കോഴ്സിൽ വരുന്നുണ്ട്. ടോട്ടലി ലൈഫാണ് ആക്ച്വലി പ്രശ്നമായിട്ട് വരുന്നത് കണക്ട് ചെയ്തുകൊണ്ട്.